നമസ്കാരം. MRF ഇന്റീരിയർ വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഞാൻ ഫിറോസ് മുഹമ്മദ്. ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കല്യാണ ബെഡ്റൂമിന്റെ വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ ബെഡ്റൂം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ, ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു ബെഡ്റൂം നിർമ്മിക്കാൻ എത്രയാണ് രൂപ ചെലവാകുന്നത് തുടങ്ങിയ വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇന്നത്തെ രസകരമായ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. മണിയറ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യ പ്രധാനമുള്ള ഘടകം എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളുടെ സാന്നിധ്യം തന്നെയാണ്. നമുക്കറിയാം, ഫർണിച്ചറുകൾ പല രീതിയിൽ ഇന്ന് മാർക്കറ്റിൽ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മരം കൊണ്ട് നിർമ്മിക്കാം, പ്ലൈവുഡ് കൊണ്ട് നിർമ്മിക്കാം, മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിക്കാം, അതുപോലെ ലാമിനേഷൻസ് ഒക്കെ കൊടുത്ത് വേറെ ലെവലിൽ നമുക്ക് ബെഡ്റൂം കൊണ്ടുവരാൻ പറ്റും. ഇവിടെയൊക്കെ വില്ലനായി മാറുന്നത് നമ്മുടെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് അനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കാനും ആ ഡിസൈൻ ബെഡ്റൂമിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അത്തരത്തിലുള്ള വില കുറഞ്ഞുകൊണ്ട് ബഡ്ജറ്റ് ലെവലിൽ നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ എന്ന് പറഞ്ഞത് തേക്ക് വുഡാണ്. തേക്ക് വുഡ് കൊണ്ടാണ് ഇവിടുത്തെ ഫർണിച്ചറുകൾ മൊത്തമായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. 4 പാളി വരുന്ന ഒരു അലമാരയാണ് നമ്മളിവിടെ ഈ ഒരു ബെഡ്റൂമിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അത് ഫുള്ളി തേക്കായതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നങ്ങൾ ഇവിടെ വരാൻ സാധ്യത കുറവാണ്. നമ്മൾ ബെഡ്റൂമിന് വേണ്ടിയിട്ട് ഫർണിച്ചറുകൾ അല്ലെങ്കിൽ മരം സെലക്ട് ചെയ്യുന്ന സമയത്ത് 100% ഉണങ്ങിയ മരമാണ് ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. മറ്റൊരു ഘടകം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്. സാധാരണ ഡ്രസ്സിംഗ് യൂണിറ്റ് 2 അടി വീതിയും 7 അടി ഹൈറ്റും എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് സാധാരണ ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ കൊടുക്കാറുള്ളത്. ഇത് കസ്റ്റമറുടെ ആവശ്യാനുസരണം നമ്മൾ 2 അടി എന്നുള്ളത് 4 അടി വീതിയും 7 അടി ഹൈറ്റിലേക്കും അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ 4 അടി വീതിയിൽ വരുന്ന, അതായത് 7 അടി ഹൈറ്റിൽ നിന്ന് 3 അടി ഹൈറ്റിലേക്ക് നമ്മൾ ഡ്രസ്സിംഗ് യൂണിറ്റ് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും ബാക്കി വരുന്ന ഏരിയ മിററും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. വിൻഡോ പാനലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പാനലിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷാണ്. ഈ പാനലിങ്ങോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ സീലിംഗിലേക്ക് ഇതിൻ്റെ ഒരു ലീഫ് പോകുന്നുണ്ട്. അതും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മനോഹരമായി തീർക്കാൻ നമ്മൾ ബെഡ് സൈഡിൽ ബെഡ് കോട്ട് വരുന്ന ആ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റർ ഡിസൈൻ കൊണ്ടാണ്. പിന്നെ അവിടെ ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലൈവുഡ് കൊണ്ട് ചെറിയൊരു ബോക്സ് പോലെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലെ മറ്റൊരു പ്രധാന ഘടകം ഇതിൻ്റെ കട്ടിലാണ്. സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ടുള്ള 5x6 വരുന്ന രീതിയിലാണ് നമ്മുടെ ഒരു ബോക്സ് കട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചുറ്റുപാടും ഷെൽഫുകളും സ്റ്റോറേജ് സ്പേസുകളൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു കട്ടിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മളൊരു 8 ഇഞ്ചിൻ്റെ ബെഡും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വാം വിത്ത് ന്യൂട്രൽ വൈറ്റ് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രിപ്പുകളും കാര്യങ്ങളും കൊടുത്ത് കുറച്ചും കൂടി ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി വിൻഡോ ബ്ലൈൻഡ്സിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് പോപ്പുലറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാലക്സി എന്ന് പറയുന്ന ഒരു സീബ്ര പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 പള്ളി അലമാരക്കും നമ്മൾ ഗാലക്സി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സോഫയുടെ കാര്യമാണ്. സോഫ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കൊടുക്കാൻ റൂമിന് അനുയോജ്യമായ രീതിയിൽ സിമ്പിൾ ഡിസൈനാണ് കൊടുക്കാറുള്ളത്. ഇവിടെ നമ്മൾ എൽ ഷേപ്പിലേക്ക് സോഫ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എൽ ഷേപ്പിലേക്ക് സോഫ കൊണ്ടുവരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ്. കാരണം അവിടെ ഒരു ചെറിയ സോഫയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് കുറയായിരുന്നു. സോ വലിയ സോഫ കൊടുത്തതുകൊണ്ട് തന്നെ അത് കാണാനൊരു റോയൽ ഫീല് നൽകുന്നുണ്ട്. ഒരു ക്രീം വൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു സോഫയുടെ കുഷ്യൻസാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. ബാക്കി അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ടീക്ക് വുഡ് തന്നെയാണ്. എക്സ്പെഷ്യലി മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ബെഡ്റൂം നമുക്കിവിടെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ചിലവായ തുക എന്ന് പറയുന്നത് 2,65,000 രൂപയാണ്. ഇതിൻ്റെ അകത്ത് AC-യും കിടക്കയും കാര്യങ്ങളൊക്കെ പെട്ടും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബാത്റൂമിൻ്റെ ഡോറും ഇതിൽ വരുന്നതാണ്. ബാത്റൂം ഫിറ്റിങ്സ് കസ്റ്റമർ തന്നെ ഡയറക്റ്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മികച്ച രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി നമ്മളത് നിറവേറ്റി തരും എന്നുള്ളതാണ്. ഡീറ്റെയിലുകൾ, എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 100%
ഞാൻ എല്ലാവർക്കും പരമാവധി റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇൻ കേസ് വല്ല തിരക്കുകളും ആണെങ്കിൽ അത് കാണുന്ന സമയത്ത് ഞാനത് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ വിശദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.